സീസൺ അല്ലേ? ആ പറഞ്ഞില്ലേ, വടക്കുന്നാഥനിലാണല്ലേ പറഞ്ഞത് ആനയൂട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഞങ്ങള് ഇടയ്ക്ക് ആ തേക്കുംകാട് മൈതാനത്ത് വന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോരുന്നു. ഞാനും രാജുവേട്ടനൊക്കെ തൃശ്ശൂർ വരികയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം കാണാൻ വന്നിരിക്കാറുണ്ട്. കർക്കിടകം 1 അല്ലേ? ആ ശരിയാ ശരി, ഞാൻ ചിങ്ങമാസത്തിലേക്ക് കടന്നു. ആനയൂട്ട് ഏതാനയുടെ പുറകെ ഇപ്പോ? ആനപ്രേമി ഏതാണ് ആനയുടെ പുറകെ ഇന്നിപ്പോ പോണത്? ക്യാമറ ക്യാമറ ക്യാമറ. ഇപ്പൊ വീട്ടിലുണ്ട്. വേറെന്താ ജോലി? ചോദിക്കട്ടെ, വേറെ എന്തെങ്കിലും വേറെ ജോലിയായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇന്നും രാജുവേട്ടന് വർക്ക് ഇന്നും തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. ഇന്നല്ല ഇന്നലെയൊക്കെ അവിടെ തന്നെയാണ്. കേരളവർമ്മയുടെ അവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ വർക്ക്. PSC പഠിക്കുന്നു. ആഹാ, പരീക്ഷ മറ്റേ LDC എക്സാം ആയി തുടങ്ങിയില്ലേ? ഏതാ എഴുതണേ? മൂവി സൺ മിക്സസ്. എന്താ വിശേഷം? നല്ല വിശേഷം. ലൈവ് കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടു, കമന്റ് ഞാൻ കണ്ടു. വന്നില്ലേ? സന്തോഷം കേട്ടോ. എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് രാജുവേട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് വൈകുന്നേരം കുറച്ച് നേരം ചിലവഴിച്ച് അവർ 7:30 അവർ പോയി. പിന്നെ പെരുന്നാളിന് ചിലവ് തരാത്ത ഒരു താഴെ താമസിക്കുന്ന താത്ത ഇന്ന് ചിലവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊപ്പം കുറച്ച് നേരം ചിലവഴിച്ചു. പകൽ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എന്താ പറയുക, സന്ധ്യയാകുമ്പോഴല്ല, കുളിച്ച് വിളക്ക് വെച്ചു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ വിശേഷത ഇങ്ങനെ പോണു. വീടിന്റെ അടുത്ത് ക്ഷേത്രം ഉള്ളത് ഒന്ന് ഊത്രളിക്കാവ്. ശുഭ ചേച്ചി എവിടെയായിരുന്നു? എന്താ ചേച്ചി, വയറുവേദനയൊക്കെ കുറവുണ്ടോ? ഡെയിലി ഒന്നും പോവാറില്ല. പിന്നെ ഇവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്, പിന്നെ മാരിയമ്മൻ കോവിലുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് മാരിയമ്മൻ കോവിലുണ്ട്. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. സ്ഥിരമൊന്നും അങ്ങനെ പോവാറില്ല. കുറവുണ്ട് ചേച്ചി. അതേ മറ്റേ മരുന്നൊക്കെ നന്നായി കഴിക്കുന്നില്ലേ ചേച്ചി? പിന്നീട് എങ്ങനെയാണ് വയറുവേദനയൊക്കെ ഉണ്ടായോ? ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വയറുവേദനയ്ക്കുന്നുണ്ടോ ചേച്ചിക്ക്? മാറ്റമില്ലേ ചേച്ചി? ഇവിടെ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ, ഞങ്ങള് ആവണങ്ങാട് പോയി. പിന്നെ ഇവിടെ പോയി, നമ്മുടെ ശ്രീരാമസ്വാമിയുടെ അമ്പലത്തിൽ പോയി. ഊത്രാളിക്കാവ് വളരെ അടുത്താണോ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഓട്ടുപാറയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഊത്രാളിക്കാവ് പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകണമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് മെയിനായിട്ട് അമ്പലം അതല്ലേ, ഊത്രാളിക്കാവല്ലേ, വടക്കാഞ്ചേരിക്കാരുടെ അമ്പലം. ചെറുതായിട്ട് പെയിൻ ഉണ്ട് അല്ലേ ചേച്ചി? ശ്രദ്ധിച്ചോളൂ കേട്ടോ ചേച്ചി. അത് ഡോക്ടർ പറഞ്ഞ രീതിക്കൊക്കെ മരുന്ന്. ഇന്നലെ കാണാതെ ആയപ്പോൾ തന്നെ എന്തോ ഒരു പോലെ. ഞാൻ ഇന്നലെ ലൈവിൽ പറയുകയും ചെയ്തു, ശുഭ ചേച്ചിനെ കണ്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. എന്നെ കാണുന്നില്ലേ നിങ്ങൾക്ക് ശരിക്കും? ഞാൻ ഇവിടെ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. അപ്പം ലൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. അതാരുടെയാണോ മെസ്സേജ്? മരുന്ന് കഴിക്കുമ്പോൾ ചേച്ചിക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? അങ്ങനെ വയറുവേദനയ്ക്ക് മരുന്നിൻ്റെതായിട്ടുള്ള ഡോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? റോഡ് കാണിച്ചു തരാൻ എളുപ്പമല്ലോ, റോഡ് കാണാനായിട്ട്. ഇതാ